ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അന്നാസ് കോർണർ. ഇന്ന് നമ്മൾ ഓണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഉപ്പേരി ഉണ്ടാക്കി കഴിയുമ്പോൾ ലെഫ്റ്റ് ഓവർ ഏത്തക്കയുടെ തൊലി ഉണ്ടാവുമല്ലോ, ആ തൊലി ഉപയോഗിച്ച് നമുക്കൊരു തോരൻ തയ്യാറാക്കാം. അപ്പോൾ ഈ ഏത്തക്കയുടെ തൊലി നന്നായിട്ട് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ അതിന്റെ തൊണ്ടൊക്കെ നന്നായിട്ട് ചുരണ്ടി എടുത്ത് ക്ലീൻ ചെയ്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കട്ടിംഗ് ബോർഡിലോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഏത്തക്ക തൊലി, ഇത് 3 വലിയ 3 ഏത്തക്കയുടെ തൊലി മാത്രമേ ഉള്ളൂ. അതിങ്ങനെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം, അതിന്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിന്റെ കൂടെ നമുക്ക് അരപ്പിന് ആവശ്യമായ 1 കപ്പ് തേങ്ങ ചുരണ്ടിയത്, 2 വെളുത്തുള്ളി നെടുകെ പിളർന്നത്, പച്ചമുളക് ആവശ്യത്തിന് എരിയുടെ അനുസരിച്ച് ചേർക്കണം. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് നമുക്ക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി. ചിലർക്ക് ജീരകം ഇഷ്ടമാണ്, ജീരകം ഇഷ്ടമുള്ളവര് അതും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുക. 1/4 ടീസ്പൂൺ ജീരകം ചേർത്താൽ മതി. ഇത് 1/2 കപ്പ് പരിപ്പ് കുതിർത്ത് വെച്ചതാണ്. അപ്പൊ ഇത് മുറിഞ്ഞു വരുന്ന ആ പാകത്തിന് നന്നായിട്ട് കുതിർത്തെടുത്താണ്. പരിപ്പിന് പകരം ചെറുപയർ അല്ലെങ്കിൽ വൻപയർ 1/2 കപ്പ് എടുത്ത് കുതിർത്തിട്ട് ചേർത്താലും മതി. താളിക്കാൻ ആവശ്യമായിട്ടുള്ള കടുക്, വെളിച്ചെണ്ണ, ഇത്രയുമാണ് നമുക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 2 വെളുത്തുള്ളിയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തോരന്റെ ഒക്കെ പരുവത്തിലൊന്ന് ചതച്ചെടുക്കുക. അപ്പം ഇനി ചൂടായി വരുന്ന പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കുറച്ച് നുറുക്കി വെച്ചിരിക്കുന്ന ഉള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന 1/2 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പിന് പകരം ചെറുപയർ അല്ലെങ്കിൽ വൻപയർ, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. 1/2 കപ്പ് എടുത്ത് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. വെള്ളത്തിൽ നിന്ന് ഞാൻ ഇനി ഏത്തക്കയുടെ തൊലി മുറിച്ച് വെച്ചത് ഇതിലേക്ക് എടുത്തിട്ട് കൊടുക്കുന്നു. അപ്പൊ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ അതിന്റെ കറയൊക്കെ നന്നായിട്ട് പോകും. ചിലര് കറ പോകാനായിട്ട് ചൂട് കഞ്ഞിവെള്ളം ഇട്ട് വെക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. കുറച്ച് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടപ്പ് കൊണ്ടൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഇട്ട് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, വെള്ളമൊക്കെ പറ്റിയോന്ന്. നമുക്ക് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പറ്റിയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് കൂട്ടി വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. സമയമില്ലാത്തവർക്കാണെങ്കിൽ ഇത് കുക്കറിൽ ഇതേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് 2 വിസിൽ വരുന്നതിന് വരെ അടിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കടായിൽ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത് ഏകദേശം ഒരു 1/4 വെന്ത് കഴിയുമ്പോഴത്തേക്കിനും അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. ഈ അരപ്പൂടെ ഒന്ന് വേവാനായിട്ട് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അരപ്പുമായിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കിനും ഇങ്ങനെ പരിപ്പ് ഇങ്ങനെ കടിക്കുന്നത് അല്ലെങ്കിൽ പയർ അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിത് താളിപ്പൊക്കെ ചേർത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്കിത് നന്നായിട്ട് വെന്ത് വരുന്നതാണ് ഇഷ്ടം. പരിപ്പ് നന്നായിട്ട് വെന്ത് അതിലൊന്ന് യോജിച്ച് കഴിയുമ്പോൾ ഒന്ന് കുഴഞ്ഞു വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എൻ്റെ ഇഷ്ടം അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് എടുക്കാം. എന്നിട്ട് നമുക്ക് ചൂടായി വരുന്ന പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് കടുകും ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് മുറിച്ചതും ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വലിയ സവാളയാണ് ചതച്ച് ചേർത്തേക്കുന്നത്. ചെറിയുള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ചെറിയുള്ളി ചതച്ച് ചേർക്കുന്നത്. പ്രത്യേക ടേസ്റ്റാണ്. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം.
അതിനുശേഷം നമുക്ക് തോരന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വളരെ പെട്ടെന്ന്, കുക്കറിലൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് താളിപ്പിന്റെ മണമൊക്കെ അതിലേക്ക് അകത്തോട്ട് പിടിക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് അതിലെല്ലാം ഒന്ന് യോജിച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇത് റെഡിയായി കിട്ടും. അപ്പോൾ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ലെഫ്റ്റ് ഓവർ ആയിട്ട് നമ്മൾ കളയുന്ന ഏത്തക്കയുടെ തൊലി കൊണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് നമുക്ക് പരിപ്പ് കറിയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചെറുപയറാണ് കറി വെക്കുന്നതെങ്കിൽ അത് വേവിക്കുമ്പോൾ കുറച്ച് ഇതിലൂടെ വേവിച്ച് അങ്ങ് എടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Anna's Corner. Take care. Bye bye.